പ്രശസ്ത ഗായകനും എഴുത്തുകാരനുമായ വി.ടി. മുരളിയെ മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ചേർന്ന് ഓർമ്മയിലെ തേൻതുള്ളി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് ആദരിച്ചു. സംഗീതകാരൻ വിദ്യാധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ കലാ സാംസ്കാരിക സംഗീത കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. പരിപാടി സംഗീതകാരൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. നാടാവർത്തിക്കുക, നാട്ടുകാരെ സ്നേഹിക്കുക, എത്ര കാലം ജീവിച്ചാലും അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻസ് എന്തൊക്കെ വരുന്നു, എന്തൊക്കെ നല്ല കാര്യം ചെയ്യുന്നു അത് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുന്നവരും സ്നേഹിക്കുന്നവരും കൂടി നിൽക്കുക ഇങ്ങനെ ആഗ്രഹം അദ്ദേഹത്തിന് ആഗ്രഹം എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുന്ന ഈ വേദിയിലേക്ക് ഒരു കലാകാരൻ്റെ ദൗത്യം അത് പങ്കെടുക്കുക, മനസ്സിലാക്കുക. അത് എനിക്ക് തൃശ്ശൂരിൽ നിന്നുള്ള വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണാനും ഈ സ്നേഹ വായ്പയിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് അതിയായ സന്തോഷം. ഞാനും മുന്നിൽ കൂടിയുള്ള കാര്യം പറഞ്ഞാലും മിക്കവാറും എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മുന്നിൽ പറയുന്നതും ഞാൻ പറയുന്നതും 1, 2, 3 പറയുമ്പോൾ 3 പറയുമ്പോൾ ഒന്നിച്ച് പറയും എന്ന് പറയുന്നത് ഒരിക്കലും വേറിട്ട് നിൽക്കുന്ന രീതിയിലല്ല മനോഭാവം, മനസ്സിൽ വരുന്ന ചിന്തകൾ. നമ്മൾ സംഗീത ശാഖയെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത്ര കൃത്യതയോടുകൂടി കാണുന്ന ആൾക്കാർ പുതിയ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളിത് പറയാനും ഒന്നാമതായിട്ട് പഠിക്കുന്നു. നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു, ഏത് രീതിയിലാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുത്ത്. അത് വേറെ തരത്തിൽ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അവരവരുടെ രീതി, നമ്മൾ നമ്മുടെ രീതി, ഇത് മനസ്സിലാക്കുക. അതാണ് ഈ സോഷ്യലിസം നമ്മൾ ഏറ്റവും. കവിയും ഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉപഹാര സമർപ്പണവും മുഖ്യ പ്രഭാഷണവും നടത്തി. മുനിസിപ്പൽ കൗൺസിലർ ബിജുൽ അയടത്തിൽ വി.ടി. മുരളിയെ പൊന്നാടി അണിയിച്ചു. പി. ഹരീന്ദ്രനാഥ് അധ്യക്ഷനായി. ടി.കെ. വിജയരാഘവൻ, കെ.വി. സജയ്, ആഷിഖ് അഹമ്മദ്, പ്രകാശ് ഉള്ളിയേരി, പി. രാജൻ, ഷിനൂട്ടി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്തുണ ആവശ്യമുള്ളവരുമായ മടപ്പള്ളി കോളേജിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 5 വർഷമായി മാസം തോറും നൽകി വരുന്ന സുകൃതം സ്കോളർഷിപ്പിന്റെ ഗഡു വിതരണം നടന്നു. തുടർന്ന് ഹബിൾ ഷൈൻ, ഭാനു പ്രകാശ്, ടി. സുരേഷ്, റിജിയ റിയാസ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ സംഗീതമേളയും അരങ്ങേറി. ഒരു പാട്ടുകാരനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം അത് അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു വരസിദ്ധിയാണ്, ഒരു വരമാണത്. ഇപ്പോൾ കവിത എഴുതുന്നതെന്ന് പറയുന്നത് ഒന്ന് പണിപ്പെട്ടാൽ ആർക്കും എഴുതാവുന്ന കാര്യമുള്ളൂ. അത് എഴുതിയിട്ട് കവിതയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കുകയും ചെയ്യും. അവരെ അംഗീകരിപ്പിക്കാനും പല മാർഗങ്ങളുണ്ട്. പക്ഷെ പാട്ട് പാടിയിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇവിടെ ചിത്രം വരച്ച് നൽകിയിട്ടുള്ള കലാകാരൻ ചിത്രം വരയ്ക്കാനും പറ്റില്ല. ഒരു പൂച്ചയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഒരു ധന്യമായ വലിയൊരു വരദാനമാണ് ആ കഴിവെന്ന് പറയുന്നത്. അങ്ങനെ പാട്ടിലൂടെ മലയാളിയെ ഇത്രയും കാലം, ഒരുപാട് കാലങ്ങളായിട്ട് ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കൊക്കെ തന്നെ സന്തോഷം പകർന്നുകൊണ്ടിരിക്കുന്ന മുരളിയുടെ ശബ്ദം എന്ന് പറയുന്നത്, ഈ ശബ്ദം ഒരു മലയാളിയുടെ ശബ്ദമാണിത്. നമ്മുടെ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. കോർപ്പറേറ്റ് ശബ്ദങ്ങളുണ്ട്, വാണിജ്യ ശബ്ദങ്ങളുണ്ട്, കച്ചവട ശബ്ദങ്ങളുണ്ട്. അതിനിടയിൽ മനുഷ്യൻ്റെ ശബ്ദം, അത് മലയാളിയുടെ ശബ്ദം, നമ്മുടെ അയൽ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം, നമ്മുടെ അയൽക്കാരൻ്റെ ശബ്ദം, അത്തരം ഒരു ശബ്ദമാണ് മുരളിയുടെ. നമുക്ക് തൊട്ട് അറിയാവുന്ന പോലെയുള്ള ഒരു സ്വരത്തിലാണ് അദ്ദേഹം പാടുന്നത്. അത് നമ്മുടെ ഹൃദയത്തോടാണ് സംഭവിക്കുന്നത്.